ഞാൻ ഇന്ന് എവിടെയുള്ളതെന്നല്ലേ, ഞാൻ BEd ചെയ്യുന്ന എന്റെ സ്വന്തം ക്യാമ്പസ് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ്. അപ്പോ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള നമ്മുടെ ചക്കരക്കല്ല് ടൗണിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മുഴപ്പാല SUM ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ, അവിടെയാണ് ഇപ്പൊ ഞാൻ BEd ചെയ്യുന്നത്. നമ്മുടെ ക്യാമ്പസ് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കേവലം 10 കിലോമീറ്ററും അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 17 കിലോമീറ്റർ മാറിയിട്ട് അഞ്ചരക്കണ്ടി പഞ്ചായത്തിലാണ് നമ്മുടെ ഈ BEd കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് 20 വർഷത്തോളായി. 2006 ഇവിടെ ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ 2006 കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ സ്ഥാപിതമായ ഒരു സെൽഫ് ഫിനാൻസിംഗ് BEd കോളേജാണ്. കോളേജ് വളരെ നല്ല അധ്യാപന നിലവാരം പുലർത്തുകയും സ്റ്റുഡൻസിന്റെ ഡിസിപ്ലിൻ ആയിക്കോട്ടെ അക്കാദമിക് അച്ചീവ്മെന്റ്സിലൊക്കെ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു സെൽഫ് ഫിനാൻസിംഗ് BEd കോളേജാണ്. ഒരു കോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കുട്ടികളുടെ എല്ലാ കഴിവുകൾക്കും പഠനത്തിനും മുൻതൂക്കം കൊടുക്കുന്ന ഒരു സ്ഥാപനം. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടി ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഈ കോളേജ് ഒരുക്കിയിരിക്കുന്നത്. 55 സീറ്റുകളാണ് BEd പ്രോഗ്രാമിന് ഈ കോളേജിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാത്സ്, ഇംഗ്ലീഷ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ കോഴ്സുകളാണ് ഇവിടെ ഓഫർ ചെയ്തിട്ടുള്ളത്. വളരെ വിശാലമായ ഒരു ലൈബ്രറി സൗകര്യവും ഈ കോളേജ് ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 3825ഓളം ബുക്സുകൾ ഈ ലൈബ്രറിയിൽ നമുക്ക് അവൈലബിൾ ആണ്. റഫറൻസ് ബുക്കുകൾക്ക് പുറമെ പലതരം മാഗസീൻസും ജേർണൽസും നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്രീ വൈഫൈ, പ്രൊജക്ടർ എല്ലാം പഠിപ്പിക്കുന്ന റൂമാണിത്. നമുക്കിവിടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രെയർ റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ്. പിന്നെ ഒരു റിക്രിയേഷണൽ ഹാൾ ഉണ്ട്. പിന്നെ അവിടെ റെസ്റ്റ് റൂമും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റ് റൂമും ഇവിടെ അവൈലബിൾ ആണ്. പഠനത്തിനു പുറമെ കായിക പരിശീലനത്തിനും മികച്ച പ്രാധാന്യം നൽകി വരുന്ന ഒരു ക്യാമ്പസാണിത്. വിശാലമായ ഒരു സ്പോർട്സ് റൂം തന്നെ ക്യാമ്പസിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികളിലെ സർഗശേഷി മെച്ചപ്പെടുത്താൻ ക്യാമ്പസിൽ നടത്തിവരുന്ന ഇടപെടലുകളും ശ്രദ്ധേയമാണ്.